വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നോക്കുന്നത് ഇമേജ് സെഗ്മെന്റേഷനകത്ത് വരുന്ന ലീനിയർ ബൗണ്ടറി ഫിറ്റിങ്ങിനകത്ത് പറയുന്ന ഹഫ് ട്രാൻസ്ഫോം ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. അതാണ് ഈ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ പോളാർ കോർഡിനേറ്റ്സ് p ഈക്വൽ ടു x ഇൻറ്റു കോസ് തീറ്റ പ്ലസ് y ഇൻറ്റു സൈൻ തീറ്റ. ഇതാണ് y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ ഒറിജിനിൽ നിന്ന് ആ സ്ട്രെയിറ്റ് ലൈനിലേക്ക് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു നിയർ ബൈ പോയിന്റ് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈന് നമ്മൾ ഒറിജിനിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരയ്ക്കുന്നു. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്യുന്ന വെക്ടേഴ്സ് ആണ് പി കോമ തീറ്റ വെക്ടേഴ്സ്. പി എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ആ സ്ട്രെയിറ്റ് ലൈനിലേക്ക് നിയർ ബൈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് പി ഉദ്ദേശിക്കുന്നത്. ദെൻ തീറ്റ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾ. അതായത് ആ y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന എക്സ് കോമ വൈ പ്ലെയിനിൽ ഇരിക്കുന്ന ആ സ്ട്രെയിറ്റ് ലൈന് പി കോമ തീറ്റ സ്പേസിലേക്ക് പോകുമ്പോൾ അതൊരു പർട്ടിക്കുലർ സിംഗിൾ പോയിന്റ് ആയിട്ടായിരിക്കും ആ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഹാഫ് ട്രാൻസ്ഫോം, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഹാഫ് ട്രാൻസ്ഫോം ഇൻ എക്സ് കോമ വൈ പ്ലെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എ സിംഗിൾ പോയിന്റ് ഇൻ ദി പി കോമ തീറ്റ സ്പേസ് ആയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഏതൊരു സ്ട്രെയിറ്റ് ലൈനിന്റെയും ഹാഫ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് എക്സ് കോമ വൈ പ്ലെയിനിലിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിന് എന്ത് കാണും? പി കോമ തീറ്റ സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ കൊണ്ടുപോകുന്നു. അതൊരു കണ്ടീഷനേ ഉള്ളൂ. ആ ലൈൻ എന്ന് പറയുന്നത് ഈ പോളാർ കോർഡിനേറ്റ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആ പോളാർ കോർഡിനേറ്റ്സ് വച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സ്ട്രെയിറ്റ് ലൈനിനെ, എക്സ് കോമ വൈ പ്ലെയിനിലിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിനെ നമുക്ക് ഈ രീതിയിൽ ഒറിജിനിൽ നിന്ന് ആ സ്ട്രെയിറ്റ് ലൈനിലേക്ക് മീറ്റ് ചെയ്യുന്ന നിയർ ബൈ പോയിന്റ് വെച്ച് ഒരു സിംഗിൾ പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പി കോമ തീറ്റ സ്പേസിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അത് തന്നെയാണ് ഈ ഹാഫ് ട്രാൻസ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതൊരു സ്ട്രെയിറ്റ് ലൈനോ ആയിക്കോട്ടെ, ഏതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയാലും ആ സ്ട്രെയിറ്റ് ലൈൻസ് ഈ ഒരു പോളാർ കോർഡിനേറ്റ്സ് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്പെസിഫിക് പോളാർ കോർഡിനേറ്റ്സ് അതായത് ഏതൊരു സ്ട്രെയിറ്റ് ലൈനും ഈ എക്സ് കോമ വൈ പ്ലെയിനിൽ ഇരിക്കുന്നതിനെ പി കോമ തീറ്റ സ്പേസിൽ ഒരു സിംഗിൾ പോയിന്റ്സ് വെച്ച് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ ഈ ഒരു കറസ്പോണ്ടിങ് സ്ട്രെയിറ്റ് ലൈൻസിന്റെ എല്ലാം കൂടെ നമ്മൾ ലോക്കസ് എന്ന് പറയുന്നത്, ലോക്കസ് ഓഫ് ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനുസോയിഡ് ഇൻ പാരാമീറ്റർ കർവ് ആയതായിട്ട് കാണാൻ പറ്റും. എവരി സ്ട്രെയിറ്റ് ലൈൻ ഇൻ എക്സ് കോമ വൈ പ്ലെയിൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു എ സിംഗിൾ സിനുസോയിഡ് കർവ് അല്ലെങ്കിൽ പി കോമ തീറ്റ സ്പേസിൽ ഓരോ സിനുസോയിഡൽ കർവ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് ഹാഫ് ട്രാൻസ്ഫോമിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, പീസ് വൈസ് ലീനിയർ ബൗണ്ടറി ഫിറ്റിങ്ങിന് വേണ്ടിയാണ് ഈ ഹാഫ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്ക് വേണ്ടുന്ന ഒരു ഇമേജിന്റെ എഡ്ജ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അക്രോസ് ആയിട്ടാണ് എഡ്ജ് പോയിന്റ്സ് ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇൻ എക്സ് ഐ കോമ വൈ ഐ, ഒരു സെറ്റ് ഓഫ് എഡ്ജ് പോയിന്റ്സ് എക്സ് ഐ കോമ വൈ ഐ പ്ലെയിനിലെ സെറ്റ് ഓഫ് എഡ്ജ് പോയിന്റ്സ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അക്രോസ് ആയിട്ട് ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എഡ്ജ് പോയിന്റ്സ് എല്ലാം കൂടെ ലിങ്ക് ചെയ്ത് നമുക്ക് അതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് കൺഫൈൻ ചെയ്തെടുക്കണം. അതിനാണ് ഹാഫ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് രണ്ട് സ്റ്റെപ്പാണ് ഉള്ളത്. ഒന്ന്, ഒരു 2 ഡയമെൻഷണൽ ഹിസ്റ്റോഗ്രാം ഇൻ പി കോമ തീറ്റ സ്പേസ് എന്ന് പറയുന്നത് അക്യുമുലേറ്റ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് ലൈൻ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്യുക. ഒരു 2 ഡയമെൻഷണൽ ഹിസ്റ്റോഗ്രാം ഇൻ ദി പി കോമ തീറ്റ സ്പേസ് ചെയ്യാനായിട്ട് നമുക്ക് ആ എക്സ് ഐ കോമ വൈ ഐ എഡ്ജ് പോയിന്റ്സ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അക്രോസ് ആയിട്ട് ഒക്കുപൈ ചെയ്യുന്ന എക്സ് ഐ കോമ വൈ ഐ പ്ലെയിനിലിരിക്കുന്ന ഓരോ കറസ്പോണ്ടിങ് എഡ്ജ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, പി കോമ തീറ്റ സ്പേസിലുള്ള വാല്യൂ എന്ന് പറയുക, അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് പോയിന്റ്സ് എന്ന് പറയുന്നത് ആദ്യം ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. ആ സ്ട്രെയിറ്റ് ലൈൻസ് റെപ്രസെന്റ് ചെയ്യുക. ഒറിജിനിൽ നിന്ന് ആ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള നിയർ ബൈ പോയിന്റിലേക്ക് പെർപെൻഡിക്കുലർ, ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈൻ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് വരയ്ക്കുക. അത് എന്ത് ചെയ്യും, ഒരു പോയിന്റ്, ആ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പൊ എക്സ് കോമ വൈ പ്ലെയിനിലിരിക്കുന്ന ആ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ പി കോമ തീറ്റ സ്പേസിലുള്ള ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, എല്ലാ എഡ്ജ് പോയിന്റ്സിനും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓരോ എഡ്ജ് പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട്
പി കോമ തീറ്റ സ്പേസിലുള്ള ഓരോ പോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വയ്ക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ലൈൻ സെഗ്മെന്റ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യം വരുന്നത് ഓരോ എഡ്ജ് പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി കോമ തീറ്റ സ്പേസിലുള്ള ആ പോയിന്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്യുക. ചെയ്യേണ്ടുന്നത് ആ പി കോമ തീറ്റ പോയിന്റ്സ് അല്ലെങ്കിൽ ഓരോ ലോക്കൽ മാക്സിമയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പി കോമ തീറ്റ പോയിന്റ്സ് അല്ലെങ്കിൽ ആ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുക. ഓരോ സ്ട്രെയിറ്റ് ലൈനിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സിംഗിൾ പോയിന്റ് വെച്ചായിരിക്കും പി കോമ തീറ്റ സ്പേസിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഓരോ എഡ്ജ് പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പി കോമ തീറ്റ സ്പേസിലുള്ള ആ പോയിന്റ്സ് എല്ലാം എന്ത് ചെയ്യുക, ജനറേറ്റ് അല്ലെങ്കിൽ ആ പോയിന്റ്സ് വെച്ചിട്ട് ലൈൻ എന്ന് പറയുന്നത് ജോയിൻ ചെയ്യും, ലൈൻ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ ആ ലൈൻ എല്ലാം കൂടെ ഓരോ എഡ്ജ് പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പി കോമ തീറ്റ സ്പേസില് ആ പോയിന്റ്സ് എല്ലാം കൂടെ വെച്ച് നമ്മൾ ലൈൻ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ടിങ് ലീനിയർ ബൗണ്ടറി സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റിക്വയർഡ് ബൗണ്ടറി എന്ന് പറയുന്നത് നമുക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ എഡ്ജ് പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി കോമ തീറ്റ സ്പേസിലുള്ള ആ ഒരു കറസ്പോണ്ടിങ് പോയിന്റ്സ്, ഓരോ സ്ട്രൈറ്റ് ലൈനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ലിങ്ക് ചെയ്ത് ലൈൻ എന്ന് പറയുന്ന ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാഫ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് യൂസ് ചെയ്ത് ലീനിയർ ബൗണ്ടറി ഫിറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് പറ്റും. ഓർക്കുക, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന എഡ്ജ് പോയിന്റ്സ് അത് വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലീനിയർ ബൗണ്ടറി ഫിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പെർഫോം ചെയ്യുന്നു. അതിനാണ് കോമൺ ആയിട്ട് ഹാഫ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എക്സ് കോമ വൈ പ്ലെയിനിൽ ഇരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിനെ ഹാഫ് ട്രാൻസ്ഫോം വെച്ചിട്ട് പി കോമ തീറ്റ സ്പേസിലുള്ള സിംഗിൾ പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു.